തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്നതോ അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ ആരാധിക്കുമ്പോ ഏത് ഭാഗത്തേക്ക് തിരിയണമെന്ന് തീരുമാനിക്കാൻ അല്ലാഹു തആല ഹബീബായ തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുകയാ. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്, നബിയേ അങ്ങേക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ നാഥനായ അല്ലാഹു നൽകും കേട്ടോ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്നാൽ ചില ബിദ്അത്തുകാരായ ആളുകൾ പറയുന്നത് കാണാം, ഹബീബായ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് പോലും. ഹബീബായ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയുന്നു, നബിയേ അങ്ങേക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നാം നൽകുന്നതാണ്. സ്വന്തം മാതാവും പിതാവും നരകത്തിൽ കിടക്കുമ്പോ മാതാവിനോടും പിതാവിനോടും സ്നേഹമുള്ള കുട്ടിക്ക് സ്വർഗത്തിൽ ഉല്ലസിക്കാൻ കഴിയുമോ? സ്വന്തം മാതാവും പിതാവും മഴ പെയ്യുന്ന സമയത്ത് പേമാരി പെയ്യുമ്പോ ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് സ്നേഹമുള്ള മകന് ഇരുനില ടെറസിൽ ജീവിക്കാൻ കഴിയുമോ? മണിമാളികകളുടെ ചുവട്ടിൽ അവന് അന്തിയുറങ്ങാൻ സമാധാനത്തോടെ കഴിയുമോ? മാതാപിതാക്കളോട് സ്നേഹമുള്ള മകനാണോ? ഒരിക്കലും തന്നെ അവന് സമാധാനം കിട്ടുകയില്ല. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് നമ്മിൽപ്പെട്ട ദോഷികളായ ആളുകൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ ബോധരഹിതനായി വീണുപോയ നേതാവാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വേള റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. സാധാരണ ആ സമയത്ത് ജിബ്രീൽ വരാറില്ല. അങ്ങനത്തെ ഒരു സമയത്ത് വന്നപ്പോ ഹബീബായ തങ്ങള് ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, അങ്ങീ സാധാരണ ഈ സമയത്ത് വരാറില്ലല്ലോ, എന്തേ അസാധാരണമാ വിധം ഈ സമയത്ത് വന്നതോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ ഞാൻ ഈ സമയത്ത് വരാനുള്ള കാരണം എന്താണെന്നറിയുമോ? എനിക്ക് നരകത്തിനെ കാണിച്ചു തന്നു നബിയേ. ഞാൻ നരകം കണ്ടുവരികയാണ്. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ഓ ജിബ്രീലേ സിഫ്ലി ജഹന്നമ, എനിക്ക് ആ നരകത്തിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആ നരകത്തിനെ ഒന്ന് വർണ്ണിച്ചു തരുമോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറയുകയാണ്. വളരെ വിശാലമായ ഹദീസാണ്, വളരെ വളരെ ചുരുക്കുന്നു. റസൂലുള്ളാഹിനോട് ജിബ്രീൽ പറയുന്നു, നബിയേ ആ നരകമെന്ന് പറഞ്ഞാൽ നരകം 7 തട്ടുകളായിട്ടാണ് അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി ചോദിക്കുന്നു, അഹിയക അബ്വാബനാ ഹാദിഹി, ഓ ജിബ്രീലേ നമ്മുടെ വീടുകളിലൊക്കെ അതെ ഓരോ റൂമുകളില്ലയോ, ഓരോ വാതിലുകളില്ലയോ? അതുപോലെയാണോ നരകത്തിന്റെ 7 കവാടങ്ങളോ? ജിബ്രീൽ പറയുന്നു, അല്ല അല്ല നബിയെ, ചിലതിന് മുകളിലായിട്ടാണോ അഥവാ 7 തട്ടുകളായിട്ടാണ് നരകമുള്ളതോ? അതിൽ ഓരോ വിഭാഗത്തിലും ഓരോ ആളുകളെ ശിക്ഷിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി നിങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ ആ ഓരോ തട്ടിലും ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? അതൊന്ന് പറഞ്ഞു തരുമോ? അതേ ജിബ്രീൽ അലൈഹിസ്സലാം 1 മുതൽ 6 വരെയുള്ള തട്ടുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ റസൂലുള്ളാഹിനോടങ്ങ് പറയുകയാണ്. 7ാമത്തെ തട്ടിൽ വെച്ച് ആരെയാ ശിക്ഷിക്കുക? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഫസകത ജിബ്രീലു ഹയാഅം മിർ റസൂലില്ലാഹ്.
ലോകത്തിന്റെ നേതാവായ ഹബീബായ തങ്ങളുടെ പ്രശോഭിതമായ മുഖത്ത് നോക്കിയിട്ടോ എങ്ങനെയാണിത് പറയുക എന്ന് അറിയാതെ ജിബ്രീൽ അലൈഹിസ്സലാം 7ാമത്തെ തട്ടിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ പറയുന്നില്ല. ഹബീബായ തങ്ങൾ വീണ്ടും ചോദിക്കുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഓ നബിയേ, 7ാമത്തെ തട്ടിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് ആരാണെന്നറിയുമോ? അൽ-ഉസാതു മിൻ ഉമ്മതിക അല്ലദീന മാതൂ വലം യതൂബൂ അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതൂ വലം യതൂബൂ. നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട വൻദോഷങ്ങൾ ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളില്ലയോ, അവരാണ് നരകത്തിൽ 7ാമത്തെ തട്ടിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത്. ഇതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുകയാ, അല്ലയോ ജിബ്രീൽ, എന്റെ ഉമ്മത്ത് നരകത്തിൽ പോകുമോ ജിബ്രീലേ? അവിടുന്ന് പറയുന്നു, നഅം യാ റസൂലല്ലാഹ്. ഓ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് വൻദോഷം ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകൾ നരകത്തിൽ പോകുന്നതാണ്. ഇതങ്ങ് കേട്ടപ്പോ ഫഖറ മഗ്ശിയാ, ലോകത്തിന്റെ നേതാവ് ബോധരഹിതനായി അങ്ങ് വീണു പോവുകയാ. മഹാനായ ജിബ്രീൽ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശിരസ്സെടുത്തോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മടിയിലേക്ക് അങ്ങ് കയറ്റി വെക്കുന്നു. ബോധം തെളിഞ്ഞ ഉടനെ റസൂലുള്ള ചോദിക്കുകയാ, അല്ലയോ ജിബ്രീൽ, എന്റെ ഉമ്മത്ത് നരകത്തിൽ പോകുമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? അതേ നബിയേ. ഈ മറുപടി അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളോ അവിടുന്ന് പൊട്ടിയങ്ങ് കരയാൻ തുടങ്ങുന്നു. എന്തിനാ ലോകത്തിന്റെ നേതാവ് കരയുന്നതോ? അവിടുന്ന് നരകത്തിൽ പോവില്ല എന്നത് ഉറപ്പല്ലയോ? നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നേതാവല്ലയോ? എന്തിനാ അവിടുന്ന് ബോധരഹിതനായി വീണതെന്നറിയുമോ? നമ്മിൽപ്പെട്ട ദോഷം ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളോ അവരെ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമെന്ന വിവരമറിഞ്ഞപ്പോ ലോകത്തിലെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യത്തിന്റെ കരകാണ കടലായ ലോകത്തിലെ നേതാവ് അവിടുന്ന് ബോധരഹിതനായി അങ്ങ് വീണുപോകുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ ചോദിക്കുന്നത്, ഉമ്മത്ത് നരകത്തിൽ പോകുമോ ജിബ്രീലേ? അതെ എന്നങ്ങ് പറഞ്ഞപ്പോ അവിടുന്ന് പൊട്ടി അങ്ങ് കരയുകയാണോ? വീട്ടിലുള്ള റൂമിലേക്ക് അങ്ങ് കരയുകയാണോ? അവിടുന്ന് വാതിലങ്ങ് കുറ്റിയിടുന്നു, അതങ്ങ് അടച്ചു കളയുന്നു. റസൂലുള്ളാഹി വാതിലങ്ങ് അടച്ചിട്ടോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണോ? അവിടുന്ന് ഒരാളോടും സംസാരിക്കുന്നില്ല, അവിടുന്ന് ഒരാളോടും ചിരിക്കുന്നില്ല, സ്വഹാബത്തിന്റെ മുഖത്തേക്ക് റസൂലുള്ള നോക്കുന്നില്ല. വീട്ടിലെ റൂമിലതാ വാതിലും കുറ്റിയിട്ട് അവിടുന്ന് ഇരിക്കുകയാണോ? അല്ലാഹുവോട് കരഞ്ഞു ദുആ ചെയ്യുകയാണോ? ജമാഅത്തിന്റെ സമയമാകുമ്പോ ഹബീബായ തങ്ങളതാ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇമാമത്ത് നിൽക്കാൻ വരുന്നു. അവിടെ ഇമാമത്ത് നിൽക്കുന്നു. ഒരാളോടും മിണ്ടാതെ സംസാരിക്കാതെ ചിരിക്കാതെ അവിടുന്ന് തലയും തായോട്ടാക്കിയിട്ട് റൂമിലേക്ക് തന്നെ കയറുകയാണോ? അവിടുന്ന് വാതിലിന് കുറ്റിയിടുകയാണോ? സ്വഹാബത്തിന് സഹിക്കാനേ കഴിയുന്നില്ല. ഹബീബായ തങ്ങളുടെ മുഖം ഒരു നിമിഷ നേരം പോലും കാണാതിരിക്കാൻ കഴിയാത്ത സ്വഹാബത്തോ അവരാണല്ലോ റസൂലുള്ള മിണ്ടാതെ നിൽക്കുന്നു, റസൂലുള്ള ചിരിക്കുന്നില്ല. അവിടുന്ന് ജമാഅത്തിന് വരുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാ വരുന്നതോ. 3 ദിവസം അതാ റസൂലുള്ള വീട്ടിലെ റൂമിന്റെ ഉള്ളിലാണോ? 3ാമത്തെ ദിവസമായപ്പോ അതാ വരുന്നു.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് എന്ന് റൂമിന്റെ ഡോറിന്റെ മുന്നിൽ അങ്ങ് നിൽക്കുന്നു. എന്നിട്ട് അവിടുന്ന് വിളിക്കുകയാ, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ് ഹൽ ഇലാ റസൂലില്ലാഹി മിൻ സബീൽ. ഓ നബിയേ, അബൂബക്കർ നബിയെ വിളിക്കുന്നതാ. അങ്ങയൊരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയാത്ത അബൂബക്കർ വന്നിരിക്കുന്നതോ. നബിയേ, വാതിലൊന്ന് തുറക്കുമോ നബിയേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിക്കുകയാണോ. ദീർഘനേരം കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, പക്ഷേ മറുപടിയില്ല. റസൂലുള്ള ഒന്നും പ്രതികരിക്കുന്നില്ല. ഫറജഅ ബാക്കിയാ. അതേ, ലോകത്തിലെ നേതാവിന് ഏറ്റവും ഇഷ്ടമുള്ള അനുചരനാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് തങ്ങളെ വന്ന് വിളിച്ചിട്ട് പോലും റസൂലുള്ള വാതിൽ തുറക്കുന്നില്ല. അവിടുന്ന് കരഞ്ഞങ്ങ് പിരിഞ്ഞു പോവുകയാണ്. രണ്ടാമതാ വരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും റസൂലുള്ളാഹിന്റെ വാതിലിന് മുന്നിൽ നിൽക്കുന്നു. അവിടുന്ന് റസൂലുള്ളാഹിനോട് സലാം പറയുന്നു, ചോദിക്കുന്നു, നബിയേ, ഹൽ ഇലാ റസൂലില്ലാഹി മിൻ സബീൽ. എനിക്ക് തങ്ങളെ ഒന്ന് കാണാൻ കഴിയുമോ? 3 ദിവസമായല്ലോ റസൂലുള്ള ഞങ്ങളോട് സംസാരിച്ചിട്ടോ. അവിടുന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് 3 ദിവസമായല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബിനെ അന്ന് ജീവിച്ച എല്ലാവർക്കും ഭയമാണ്. അത്രയും ധീരതയുള്ള നേതാവാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് വർണ്ണം മാറിയാൽ, അവിടുത്തെ മുഖമൊന്ന് ചുവന്ന് ദേഷ്യം കൊണ്ട് ചുവന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നിയന്ത്രണം വിട്ടുപോവാറുണ്ടോ? അവിടുന്ന് വല്ലാതെ അങ്ങ് പേടിച്ചു പോവാറുണ്ടോ? റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്നിട്ടോ വിനയാന്വിതനായ അടിമയെ പോലെ നിൽക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങേ ഒന്ന് കാണാൻ അവസരം തരുമോ? ദീർഘനേരം നിന്നു വിളിക്കുന്നു, പ്രതികരണമില്ല. ഫറജഅ ബാക്കിയാ. ഉമർ ഇബ്നുൽ ഖത്താബും കരഞ്ഞുകൊണ്ടങ്ങ് മടങ്ങുകയാണോ. പിന്നീട് വരുന്നു മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനായ സ്വഹാബിയാണല്ലോ. അവിടുന്ന് റസൂലുള്ളാഹിനെ കണ്ട് എല്ലാം ഒഴിവാക്കി വന്നതാണോ. സൽമാനുൽ ഫാരിസി തങ്ങൾ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവിടുന്ന് സലാം പറയുന്നു. അവിടുന്ന് റസൂലുള്ളാഹിനെ കാണാനുള്ള അനുവാദം ചോദിക്കുകയാണോ. പക്ഷേ മറുപടിയില്ല. സൽമാൻ തങ്ങളും മടങ്ങുകയാണോ. ആ മടങ്ങുന്നിറങ്ങും ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അവിടുന്ന് കരഞ്ഞ് അല്പനേരം നടക്കുന്നു. പിന്നീട് നിയന്ത്രണം കിട്ടാതെ അവിടെ വീണു പോകുന്നു. വീണ സ്ഥലത്ത് നിന്ന് വീണ്ടും അവിടുന്ന് കരയുകയാണോ. പിന്നീട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു. പിന്നെയും വീഴുകയാണോ. അങ്ങനെ സൽമാനുൽ ഫാരിസി ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഇലാ ഹളറത്തി ബീവി ഫാത്തിമ. ലോകത്തിലെ നേതാവിന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അവിടുന്ന് വിശേഷിപ്പിച്ച മഹതിയായ ഫാത്തിമ ബേബിയുടെ സവിധത്തിലേക്ക് ചെല്ലുകയാണോ. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വീട്ടിലില്ല. സൽമാനുൽ ഫാരിസി തങ്ങളെ ചെന്നിട്ട് അസ്സലാമു അലൈകി യാ ബിൻത റസൂലില്ലാഹ്.
ഓ ലഭിതങ്ങളെ മോളെ ഉപ്പാന്റെ വല്ല വിശേഷവും അറിഞ്ഞോ? ഉപ്പാക്ക് സംഭവിച്ചത് വല്ലതും മോളറിഞ്ഞോ? റസൂലുള്ളാഹിക്ക് എന്തോ സംഭവിച്ചു എന്നറിഞ്ഞപ്പോ അവിടുന്ന് ഫാത്തിമ ബീവി ചോദിക്കുകയാ, അല്ലയോ സൽമാൻ, എന്റെ ഉപ്പാക്ക് എന്താ സംഭവിച്ചതോ? എന്റെ ഉപ്പാക്ക് എന്താ സംഭവിച്ചതോ? പറയൂ സൽമാൻ. അവിടുന്ന് സൽമാൻ ഇതങ്ങളെ പറയുകയാ, ഫഖദ് ഹജബനിന്നാസ്, അവിടുന്ന് ജനങ്ങളെ തൊട്ട് മറഞ്ഞു നിൽക്കുകയാണോ? ഒരാളോടും അവിടുന്ന് സംസാരിക്കുന്നില്ല, ഒരാളോടും ചിരിക്കുന്നില്ല. ഈ വാക്കിങ് കേട്ടപ്പോ 3 ദിവസമായി ഹബീബായ തങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അവിടുന്ന് ചിരിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന വിഷയം കേട്ടപ്പോ മഹദിയായ ബീവി ഫാത്തിമ അവിടുന്നതാ ഒരു കോട്ടെടുത്തങ്ങിടുകയാണോ, ഒരു പുതപ്പെടുത്തങ്ങ് മൂടുകയാണോ, എന്നിട്ടതാ പോകുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ലോകത്തിലെ നേതാവിന്റെ തിരുസവിധത്തിലേക്ക് അങ്ങ് ചെല്ലുന്നു. എന്നിട്ട് അവിടുന്ന് സലാം പറഞ്ഞിട്ട് പറയുന്നു, ഓ നബിയേ, അന ഫാത്തിമ, അന ഫാത്തിമ. നബിയേ, ഞാൻ അങ്ങയുടെ മോളായ ഫാത്തിമയാണോ? ഫാത്തിമയാ വിളിക്കുന്നത്. നബിയെ, അങ്ങ് വാതിലൊന്ന് തുറക്കുമോ? ഫാത്തിമ ബീവിയുടെ ശബ്ദം അങ്ങ് കേട്ടപ്പോ അവിടുന്ന് റസൂലുള്ളാഹി നിങ്ങളെ വാതിൽ തുറക്കാൻ പറയുകയാണോ? വാതിൽ തുറന്നിട്ട് മഹദിയായ ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് അങ്ങ് ചെന്നപ്പോ അവിടുന്ന് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുന്നു. എന്തിനാ കരഞ്ഞതെന്നറിയുമോ? ഫഖദ് ദാബ ലഹ്മു വജ്ഹിഹി, റസൂലുള്ളാഹിന്റെ കവിളുകളാകൊട്ടിപ്പോയിട്ടുണ്ടോ? അവിടുത്തെ കണ്ണുകൾക്ക് മഞ്ഞ നിറം ബാധിച്ചു പോയിട്ടുണ്ടോ? അവിടുന്ന് ഫാത്തിമ ബീവി ചോദിക്കുകയാ, അല്ലയോ ഉപ്പാ, എന്തേ ഉപ്പാക്ക് സംഭവിച്ചതാ? എന്തേ അങ്ങ് വല്ലാതെ മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ? അവിടുന്ന് പറയുക, മോളെ ഫാത്തിമ, ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നു, എന്നോട് നരകത്ത് വർണ്ണിച്ചു തന്നു. നരകത്തിന് 7 തട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ആ 7ാമത്തെ തട്ടില് അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക അല്ലദീന മാതൂ വലം യതൂബൂ. 7ാമത്തെ തട്ടിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളായ അടിമകളാണെന്ന് പറഞ്ഞപ്പോ അതെനിക്ക് സഹിക്കുന്നില്ല ഫാത്തിമ. എന്റെ ഉമ്മത്ത് നരകത്തിൽ കടക്കുമെന്നതോ കേൾക്കാനുള്ള ത്രാണിയില്ല. ഉമ്മത്ത് നരകത്തിൽ പോകുമെന്നറിഞ്ഞപ്പോ ബോധരഹിതനായി വീണ നേതാവ് 3 ദിവസത്തോളം ഒരാളോടും സംസാരിക്കാതെ ചിരിക്കാതെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ കരഞ്ഞ് അല്ലാഹുവോട് ദുആ ചെയ്ത നേതാവാ. ആ നേതാവിന്റെ മാതാപിതാക്കള് നരകത്തിലാണെന്ന് പറഞ്ഞാൽ ആ നേതാവിന് സഹിക്കുമോ? ആ നേതാവിന് പൊരുത്തമുണ്ടാകുമോ? മോനെ, മുത്തുനബിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട, അവിടുത്തെ മനസ്സിന് വേദന നൽകണ്ട. ലോകത്ത് ആരൊക്കെ റസൂലുള്ളാഹിനെ വിമർശിച്ചിട്ടുണ്ടോ അവര് ദുനിയാവിലും അനുഭവിച്ചിട്ടുണ്ടോ? ആഖിറം അവർക്ക് തീർത്തും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
ഇന്നലെ ചെറിയ മജ്‌ലിസായിരുന്നു, പക്ഷേ സ്വലാത്ത് നല്ല ഒച്ചത്തിലായിരുന്നു. ഇന്ന് വലിയ മജ്‌ലിസാണ്, സ്വലാത്ത് വളരെ ചെറുതായിട്ടാണ്. അങ്ങനെയുള്ള മജ്‌ലിസ് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു. ഇത് റേഡിയോ മജ്‌ലിസല്ല, ഇത് റേഡിയോ മജ്‌ലിസല്ല. ഒരു റേഡിയോ ഇങ്ങനെ തുറന്നു വെച്ച് കുറെ ആളുകൾ ഇങ്ങനെ കേൾക്കുന്നു. കുറച്ചാളുകൾ ഉറങ്ങുന്നു, കുറച്ചാളുകൾ നാളെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നു. ചില ആളുകൾ കടമുണ്ട്, അതെങ്ങനെ വീട്ടുമെന്ന ബേജാറിലാണ്. അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്ന് കയറി ചെല്ലുമ്പോൾ ഭാര്യയുമായിട്ടുള്ള ആ സംഘർഷം എങ്ങനെ അതൊന്ന് സമാധാനത്തോടെ കൈകാര്യം ചെയ്യും. ഇങ്ങനെ പല ചിന്തകളിലായിട്ട് ഇവിടെ ഇരിക്കുന്നതിൽ കാര്യമില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന, അവിടുന്ന് പൊരുത്തപ്പെടുന്ന, അവിടുത്തേക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു മജ്‌ലിസായി മാറിക്കിട്ടണം. അല്ലാഹുവേ സ്വീകരിക്കണം റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കാതെ അല്ലാഹു തആല ഒന്നും ചെയ്യുകയില്ല. ഇതാണ് ഹബീബ് എന്ന് പറഞ്ഞാലുള്ള സ്ഥാനം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്തെങ്കിലും ചെയ്യുമ്പോ ഇബ്രാഹിം നബിയുടെ ഇഷ്ടം പരിഗണിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ അല്ലാഹു എന്തു ചെയ്താലും ഇബ്രാഹിം നബിക്ക് അത് ഇഷ്ടമാണ്. കാലങ്ങളായി മക്കളില്ല, വിഷമിച്ച് അള്ളാഹിനോട് ദുആ ചെയ്തു. ഒരു കുട്ടിയെ കിട്ടി ഹാജറ ബീവിയിലൂടെ. ആ കുട്ടിക്ക് വളരെ ചെറിയ പ്രായമായപ്പോ ആരാരുമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത തരിശുഭൂമിയായ മക്കയിൽ കൊണ്ടുപോയി ഹാജറ ബീവിയെയും മകനാകുന്ന ഇസ്മായിലിനെയും അലൈഹിസ്സലാം അവിടുത്തെ ചെന്നാക്കണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിക്ക് യാതൊരു കുഴപ്പവുമില്ല, അവിടുന്ന് അത് പൊരുത്തപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. പിന്നീട് ആ കുട്ടിയെ അറക്കാൻ അള്ളാന്റെ കൽപ്പന വരുന്നു. ഇബ്രാഹിം നബിക്ക് കുഴപ്പമില്ല, പൊരുത്തപ്പെടുകയാ. നമ്രൂദ് വലിയ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം നബിയെ, ഞാൻ അങ്ങയെയൊന്ന് രക്ഷിച്ചോട്ടെ? അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ? മിന്നി ഇലൈക യാ ജിബ്രീൽ, എനിക്ക് നിങ്ങളുടെ സഹായം ഇപ്പൊ ആവശ്യമില്ല. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. എന്നെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ വെച്ച് ചുട്ടിക്കരിക്കണമെന്നാണോ എന്റെ നാഥൻ തീരുമാനിച്ചത്? പിന്നെ എന്തിനാ ജിബ്രീലെ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നത്? എനിക്കാ നാഥൻ മതി. ആ ആദർശബോധത്തിന്റെ മുമ്പിൽ തീ അങ്ങ് സ്വഭാവം മാറ്റിക്കൊടുക്കുകയാ. യാ നാർ കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീ പോലും ആദർശത്തിന്റെ മുന്നിൽ അടിയറവ് പറയുകയാ. ഇതാണ് മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുത്തെ ഇഷ്ടം അള്ളാഹു പരിഗണിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ അള്ളാഹു എന്തു ചെയ്താലും ഖലീലിന് ഇഷ്ടമാണ്. എന്നാൽ ഹബീബ് എന്ന് പറഞ്ഞാലോ, അള്ളാഹു തആല എന്തെങ്കിലും ചെയ്യുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുന്നു. അള്ളാഹു എന്തു ചെയ്താലും റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടവുമാണ്. ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തുമ്പോഴാണ് ഹബീബ് മഹബൂബ് എന്ന് പറയുന്ന ബന്ധമായി തീരുന്നത്. ആ ഹബീബായ തങ്ങൾ, അവിടുന്ന് തൃപ്തിപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുകിട്ടണം. അപ്പയേ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയുള്ളൂ. ഹബീബായ തങ്ങൾ നമ്മെ തൃപ്തിപ്പെട്ടാലേ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയുള്ളൂ. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ നാഥനായ അല്ലാഹു തആല തന്നെ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു തആല ഖുർആനിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നബിയെ, അങ്ങ് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, ജഗനിയന്താവായ അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഫത്തബിഊനി, ഞാനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നെ പിന്തുടരണമെന്ന് നിങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കണേ നബിയേ.
അങ്ങനെ റസൂലുള്ളാഹിനെ ഒരാൾ ഇത്തിബാ ചെയ്താലോ യുഹിബ്ബുകുമുല്ലാഹ്, അവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധമായ ഖുർആനിലൂടെ നാഥനായ അല്ലാഹു പഠിപ്പിച്ചതാണ്. ആ റസൂലുള്ളാഹി നിങ്ങൾ നമ്മെ തൃപ്തിപ്പെടണോ? അതിനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മോനെ, ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടണോ? മാതാവിനെക്കാളും പിതാവിനെക്കാളോ ഭാര്യയെക്കാളും സന്താനങ്ങളെക്കാളോ എന്നല്ല സ്വന്തം ശരീരത്തെക്കാളോ ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടണം കേട്ടോ. അതല്ലേ പരിശുദ്ധമായ ഖുർആനും പറയുന്നത് ആമിനൂ കമാ ആമനന്നാസ്. അതെ, അന്നാസാകുന്ന സഹാബത്തില്ലയോ റസൂലുള്ളാഹിന്റെ സഹാബത്ത് റസൂലുള്ളാഹിനെ എങ്ങനെയാണോ ഉൾക്കൊണ്ടത്, അവരല്ലാഹനെ എങ്ങനെയാണോ വിശ്വസിച്ചത്, അതുപോലെ വിശ്വസിക്കണേ. അതുപോലെ റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളണം കേട്ടോ. ഹബീബായ തങ്ങളെ സഹാബത്ത് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണോ, അവര് സ്വന്തം പിതാവിനെക്കാളും റസൂലുള്ളാഹിനെ തിരഞ്ഞെടുക്കുന്നു, സ്വന്തം സന്താനങ്ങളെക്കാളും റസൂലുള്ളാഹിക്ക് സ്ഥാനം നൽകുന്നു, മാതാവിനെക്കാളും റസൂലുള്ളാഹിനെ തിരഞ്ഞെടുക്കുന്നു എന്നല്ല സ്വന്തം ശരീരത്തെക്കാളും റസൂലുള്ളാഹിനെ തിരഞ്ഞെടുക്കുകയാണോ? അറിയില്ലയോ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അതാ റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ഒരു വേളങ്ങ് ചെല്ലുന്നു. ബുറുഉദ്ദായിന്റെ സറഹിലൂടെ ഈ ചരിത്രം നമുക്ക് മഹാരഥന്മാര് പറഞ്ഞു തരുന്നത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹമുണ്ടോ? എന്റെ ഭാര്യക്കും വല്ലാത്ത ആഗ്രഹമുണ്ടോ? എന്തേ ജാബിറേ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അടങ്ങാത്ത അഭിലാഷോ? അവിടുന്നതാ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അങ്ങേ വീട്ടിലേക്കൊന്ന് ക്ഷണിച്ച് സൽക്കരിക്കാൻ, അങ്ങേക്ക് വീട്ടിൽ വെച്ച് നല്ലൊരു ഭക്ഷണം തരാൻ എന്റെ മനസ്സിൽ കാലങ്ങളായി ഞാൻ താലോലിച്ചു വെക്കുന്ന ആഗ്രഹമാണ്. എന്റെ ഭാര്യക്കും വല്ലാത്ത ആഗ്രഹമുണ്ടോ? ഓ നബിയേ, അങ്ങുള്ള ക്ഷണം സ്വീകരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരുമോ? ഹബീബായ തങ്ങൾ അനുചരന്മാരുടെ വേദന മനസ്സിലാക്കുന്ന നേതാവല്ലയോ? അവരുടെ മനസ്സിന് സമാധാനം നൽകുന്ന നേതാവല്ലയോ? അവിടുന്ന് ജാബിർ തങ്ങളുടെ ക്ഷണമങ്ങ് സ്വീകരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് വരാമെന്ന് ഏൽക്കുകയാണോ? ജാബിർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണോ? അവിടുന്ന് ഓടിച്ചെന്ന് ഭാര്യയോട് പറയുകയാ, മോളെ, നമ്മൾ ഇത്രകാലം മനസ്സിന്റെ ഉള്ളിൽ താലോലിച്ചിരുന്ന ആഗ്രഹമില്ലയോ? അഥവാ റസൂലുള്ളാഹിനെ വീട്ടിൽ വെച്ച് സൽക്കരിക്കണമെന്ന ആഗ്രഹോ, അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു മോളെ. റസൂലുള്ളാഹിനെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ അവിടുന്ന് ഇന്ന് നമ്മളുടെ വീട്ടിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ടോ? ഇതങ്ങ് കേട്ടപ്പോ ജാബിർ തങ്ങളുടെ ഭാര്യക്കെന്ത് സന്തോഷമാ, എന്തൊരു ആഹ്ലാദമാ. രണ്ടുപേരും അതാ വീട്ടിലുള്ള ഒരാടിനെ അങ്ങ് പിടിക്കുന്നു. അതാ ജാബിർ തങ്ങൾ റസൂലുള്ളാഹിനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടോ ഒരു മൂർച്ചയുള്ള കത്തിയെടുത്തോ ആ ആടിനെ അങ്ങ് അറുക്കുന്നു.
മാംസങ്ങളെ കഷ്ണങ്ങളാക്കി ഭാര്യയെ ഏൽപ്പിക്കുകയാണോ? റസൂലുള്ളാനെയും കൂട്ടി സമയമാകുമ്പോ വരുമ്പോഴേക്കത് പാകം ചെയ്യേണ്ടതുണ്ടോ? ജാബിർ തങ്ങൾ പാകം ചെയ്യാനുള്ള കഷ്ണങ്ങളുമാക്കി വെച്ചിട്ടോ റസൂലുള്ളാന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചങ്ങ് പോവുകയാണോ? അന്ന് ജാബിർ തങ്ങൾക്ക് 2 മക്കളുണ്ടോ? 2 മക്കളും വളരെ ചെറിയ പ്രായമുള്ളവരാണോ? ഈ 2 മക്കളും ജാബിർ തങ്ങളെ ആടിനെ അറുക്കുന്ന രംഗം ഇങ്ങനെ കാണുകയാണോ? ജാബിർ തങ്ങളങ്ങ് പോയപ്പോ 2 മക്കളുടെ കൂട്ടത്തിൽ മൂത്ത കുട്ടി ഇളയവനോട് ചോദിക്കുകയാ, മോനെ, നമ്മുടെ ഉപ്പ ആടിനെ അറുക്കുന്നത് നീ കണ്ടിട്ടില്ലയോ? ആ കത്തി കൊണ്ടാണല്ലോ അറുത്തതോ, നമുക്ക് അറുത്ത് കളിക്കാമല്ലോ. ചെറിയ മക്കളാണല്ലോ, കഴുത്തങ്ങ് അറുത്താൽ ജീവൻ പോകുമെന്ന് വിവരമില്ലല്ലോ. 2 പേരും അറുത്ത് കളിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണോ? മൂത്ത കുട്ടിയതാ ജാബിർ തങ്ങളെ ആടിനെ അറുക്കാൻ ഉപയോഗിച്ച മൂർച്ചയേറിയ കത്തി അങ്ങെടുക്കുകയാണോ? എന്നിട്ട് ഇളയവല്ല കഴുത്തങ്ങറുക്കുന്നു. രക്തം ധാരധാരയായി ഒഴുകുകയാണോ? ആ ഇളയ കുട്ടി രക്തത്തിൽ പിടഞ്ഞു മരണപ്പെടുകയാണോ? അതേ തന്നെ സഹോദരൻ രക്തത്തിൽ കുളിച്ച് ശ്വാസമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ വല്ലാതെ പേടിച്ചു പോകുന്നു. വല്ലാത്ത വിഭ്രാന്തിയോടെ 1ാമത്തെ കുട്ടിയതാ പേടിച്ച് വീടിന്റെ മുകളിലേക്ക് അങ്ങ് കയറുകയാണോ? അവിടുന്ന് പേടിയോടെ ആ കുട്ടി നിലത്ത് വീണങ്ങ് മരിച്ചു പോവുകയാണോ? ജാബിർ തങ്ങളുടെ 2 കുട്ടികളോ അതെ ഒരൊറ്റ ദിവസം അങ്ങ് മരണപ്പെടുന്നു. ശബ്ദം കേട്ട് ജാബിർ തങ്ങളുടെ ഭാര്യ ഓടി അങ്ങ് വന്നു നോക്കുമ്പോ അത് 2 കുട്ടികളാണോ? ഒരുവനതാ രക്തത്തിൽ കുളിച്ച് മയ്യത്തായി കിടക്കുകയാണോ? 2ാമനും മരിച്ചു കിടക്കുന്നു. 2 മക്കൾ മരണപ്പെട്ട് കിടക്കുന്നതോ ഒരു ഉമ്മ നേരെ അങ്ങ് കാണും. ആ ഉമ്മാന്റെ മനസ്സെത്ര വലിയ വേദന അനുഭവിക്കുന്നതാണോ? അത് പറയേണ്ടതില്ലല്ലോ, വർണ്ണിക്കേണ്ടതില്ലല്ലോ. ജാബിർ തങ്ങൾക്ക് ആകെയുള്ള 2 മക്കളാണ് മരണപ്പെട്ടു പോയതോ. കാണുന്നതോ ഉമ്മയായ ജാബിർ തങ്ങളെ ഭാര്യയാണോ? വല്ലാതെ വേദനിക്കുന്നു, മനസ്സ് വല്ലാതെ ബേജാറാകുന്നു.